Hello, dear friends. Welcome back to another video class of Calculatrics. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടാൽ മാത്രം പോരാ, പഠിക്കണം. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും പോയി കാണണം, പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലാണ്. നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? യെസ്, അത് ഷോർട്ട് റണ്ണിൽ സംഭവിക്കുന്നതാണ്. എന്തായിരുന്നു തിയറി? എന്തായിരുന്നു? ബാക്കി എല്ലാ ഇൻപുട്ടുകളെയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഒരു ഇൻപുട്ട് മാത്രം വേരി ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഔട്ട്പുട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ലോ ഓഫ് വേരി പ്രൊപ്പോർഷൻ അല്ലേ. അപ്പോൾ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് എവിടെ സംഭവിക്കുന്നതാണ്? ലോങ് റണ്ണിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, ലോങ് റണ്ണിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എല്ലാ ഇൻപുട്ടും വേരി ചെയ്യും അല്ലേ. അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇൻപുട്ട് ഉണ്ടാവില്ല. എല്ലാ ഇൻപുട്ടും വേരി ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ലോങ് റൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ ലോങ് റണ്ണിൽ സംഭവിക്കുന്നതാണ് എന്ത്? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ടുകളൊക്കെ വേരി ചെയ്യുമ്പോൾ ഇൻപുട്ട് വേരി ചെയ്യുന്ന പ്രൊപ്പോർഷൻ്റെ അനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കുന്നതാണ് എന്ത്? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, സെക്കൻഡ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, തേർഡ് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഓക്കെ, അതായത് എല്ലാ ഇൻപുട്ടും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടുകളൊക്കെ ഒരേ പ്രൊപ്പോർഷനേറ്റ് ആണ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഒരേ പ്രൊപ്പോർഷനേറ്റിൽ ചേഞ്ച് ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. 3 സ്റ്റേജസ് ആണ് ഇതിനുള്ളത്: ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ നോക്കാം. ഓക്കെ, ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്ടുകൾ സൈമൾട്ടേനിയസ് ആയിട്ട് എല്ലാം ഒരുപോലെ ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ ആ ഇൻപുട്ട് മാറിയ പ്രൊപ്പോർഷനേറ്റിനേക്കാളും കൂടുതലായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റം. അതായത് നമ്മളിപ്പോൾ ഒരു 10% ഇൻപുട്ടിൽ വരുത്തിയ മാറ്റമെന്ന് വിചാരിക്കൂ. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലിൽ ആ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ആ 10%-ത്തേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിലൂടെ നോക്കാം. ഇവിടെ ക്യാപിറ്റലും ലേബറും ആണ് എന്ത് പറയുന്നത്? ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ലേബറും ക്യാപിറ്റലും 2 വീതമായിരുന്നേ. 2 ക്യാപിറ്റലും 2 ക്യാപിറ്റലും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 50 ആണ്. പിന്നെ രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ചേഞ്ച് ചെയ്തു. 2 നിന്ന് 4ലേക്ക് വന്നു. ഓക്കെ, ആ 2 നിന്ന് 4ലേക്ക് മാറ്റം വരുത്തിയപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വന്നു? യെസ്, 120ലേക്ക് വന്നു. ഓക്കെ, 120 എന്ന് പറയുന്നത് ആ ലേബറും ക്യാപിറ്റലും മാറിയ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിനേക്കാളും കൂടുതലായിരിക്കില്ലേ അല്ലേ. ഇത് ഡബിൾ ആവുകയല്ലേ ചെയ്തത്. 15 ഡബിൾ ആണോ 120? അല്ലല്ലോ, കൂടുതലല്ലേ. ഓക്കെ, അപ്പം ഇവിടെ ഡബിൾ ആയപ്പോൾ ഇവിടെ ഡബിളിനേക്കാളും കൂടുതലായി. ഓക്കെ, ദെൻ പിന്നെയും എന്താണ്? 4-ന്ന് 6ലേക്കായി. ലേബറും ക്യാപിറ്റൽ 4-ന്ന് 6ലേക്കായപ്പോൾ ഇവിടെ എന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത്? 120യിൽ നിന്ന് 200ലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് എന്താണ്? അവിടെ ഒരു മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഔട്ട്പുട്ടിൽ വന്നു എന്നുള്ളതാണ്. അപ്പം ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? അപ്പം അവിടെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിൽ വരുന്നുണ്ട്, ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫ് നോക്കാം. ഇവിടെ എക്സ് ആക്സിസിൽ ലേബറും വൈ ആക്സിസിൽ ക്യാപിറ്റലും ആണ് തന്നിരിക്കുന്നത്. ഒ പി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ലൈനാണ്. IQ1, IQ2, IQ3 എന്ന് പറയുന്നത് ഐസോകോണ്ടുകളാണ്. ഇവിടെ 2 എന്ന് പറയുന്ന ക്യാപിറ്റലും ലേബറും 2 എന്ന് പറയുന്ന പോയിന്റിൽ
ഒ എ ആണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ 4ലേക്ക് മാറിയപ്പോൾ എന്തായി? ഒ ബി ആയി അല്ലേ? ആ ഒരു ഗ്രാഫിൻ്റെ ചേഞ്ചസ് മനസ്സിലാവുന്നില്ലേ? ഒ ബി എന്ന് പറയുന്നത് ഒയേക്കാളും കൂടുതലാണ് ഒ ബി ഉള്ളത് അല്ലേ? ദെൻ 4ന് 6ലോട്ട് മാറ്റിയപ്പോൾ എത്രയായി? ഒ സി ആയി അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ആ ചേഞ്ചസ് മനസ്സിലാക്കാം. ബി സി ഈ ഒരു ഗ്യാപ്പ് തന്നെ ഇതിനേക്കാളും കൂടുതലാണ് അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള മാറ്റമാണ് ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിലിൽ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കിയാലോ? ഓക്കെ, ദെൻ അടുത്ത് വന്നിരിക്കുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലാണ്. എന്തായിരിക്കും കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ? അതായത് all the factors of production simultaneous ആയിട്ട് സെയിം പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യുമ്പം ഔട്ട്പുട്ടിലും അതേ പ്രൊപ്പോർഷനെ ചേഞ്ച് തന്നെ വരുന്നതാണ് എന്ത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് 10% ആണ് 10% ചേഞ്ചസ് ആണ് ഇൻപുട്ടിൽ വന്നിരിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിലും എന്ത് തന്നെയായിരിക്കും? 10% ചേഞ്ച് തന്നെയായിരിക്കും. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്ട്, എല്ലാ ഇൻപുട്ടും സൈമൾട്ടേനിയസ് ആയിട്ട് സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതേ ചേഞ്ച് തന്നെ ഔട്ട്പുട്ടിൽ വരുന്നതാണ് എന്ത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ. ഇവിടെ നോക്കാം, ലേബറും ക്യാപിറ്റലും. ലേബർ 1-ന്ന് 2ലേക്ക് മാറി, ക്യാപിറ്റലും 1-ന്ന് 2ലേക്ക് മാറി. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്തു അല്ലേ? അപ്പോൾ അവിടെ ഔട്ട്പുട്ടിൽ വന്ന മാറ്റം എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് 10-ൽ നിന്ന് 20 ആയി അല്ലേ? ഇവിടെ ഡബിൾ ചെയ്തു, ലേബറും ക്യാപിറ്റലും ഡബിൾ ചെയ്തപ്പോൾ സെയിം പ്രൊപ്പോർഷനാണ്, 10-ന് 20 ഡബിൾ ചെയ്തു. ഓക്കെ, സോ ഗ്രാഫിലായാലും ഇതാണ്, എല്ലാം ഈക്വൽ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നിരിക്കുന്നത്. ഇതാണെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് എന്ത്? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. എന്താണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്? ഇവിടെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്ന പ്രൊപ്പോർഷനേറ്റേക്കാളും കുറവായിരിക്കും ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന ചേഞ്ച്. അതായത് നമ്മൾ പറഞ്ഞു 10% ആണ് ഇൻപുട്ടിൽ വന്നിരിക്കുന്ന ചേഞ്ച് എങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 5% ആയിരിക്കും ചേഞ്ച്. ഓക്കെ, അവിടെ കുറവാണ്. ഇൻപുട്ട് ചേഞ്ച് ചെയ്തതിനേക്കാളും കുറഞ്ഞ രീതിയിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ലേബർ ക്യാപിറ്റലും 1-ൽ നിന്ന് 2-ലോട്ട് മാറി. ഓക്കെ, ടോട്ടൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? 10-ൽ നിന്ന് 15-ലേക്കാണ് മാറിയത് അല്ലേ? അവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ പറയുന്നത്, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ചേഞ്ചസ് എന്താണ്? കുറവായിരിക്കും. ഇൻപുട്ട് ചേഞ്ച് ചെയ്ത അത്ര കൂടുതൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്കിതിൻ്റെ ഗ്രാഫ് നോക്കാം. ഇതാണ് ഗ്രാഫ്. ഓക്കെ, എങ്ങനെയാണ് ഔട്ട്പുട്ട്? ചെയ്താൽ 3 to 4ലേക്ക് മാറി. അപ്പം ഔട്ട്പുട്ട് എങ്ങനെയാണ് മാറിയത്? 10-ൽ നിന്ന് 14-ലോട്ടാണ് മാറിയത് അല്ലേ? ഇവിടെ ഡബിളായി, പക്ഷെ ഇവിടെ ഡബിൾ ആയോ? ഇല്ല. ദെൻ 8-ൽ നിന്ന് 9-ലോട്ട് മാറി. ഇൻപുട്ട് 8-ൽ നിന്ന് 9-ലോട്ട് മാറിയപ്പോൾ ഇവിടെ 19.0-ൽ നിന്ന് 19.6-ലോട്ടാണ് മാറിയത്. അപ്പോൾ അവിടെ ചെറിയൊരു ചേഞ്ച് മാത്രമേ വന്നുള്ളൂ. അവിടെ ഇൻക്രീസ് ചെയ്തു, ചെറിയൊരു ഇൻക്രീസ് മാത്രം. ഓക്കെ, ഇതാണെന്ന് പറയുന്നത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ അതും പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. എങ്കിൽ മാത്രമേ നമുക്കത് ഒരു പോസിറ്റീവായി എടുത്തിട്ട് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും കാണണം, പഠിക്കണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.